Hi friends, Assalamu alaikum, welcome back to my channel. ഇന്ന് ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു മൺകലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒക്കെ നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് ഫെനുഗ്രീക്ക്, ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് അത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി അത് വഴറ്റണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായി ചതച്ചത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിക്ക് നല്ലൊരു സ്മെല്ല് ആ ഇഞ്ചി ഇടുമ്പോൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് അത് നന്നായി വഴറ്റി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു 2 തക്കാളി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി അത് നന്നായി ഗ്രൈൻഡറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ പച്ചമുളകും ചേർക്കാം. അതിനുശേഷം പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ തന്നെ അതിനേക്കാട്ടൊക്കെ കുറച്ച് മല്ലിപ്പൊടി, ഇത് 3ഉം ചേർത്ത് നന്നായി വഴറ്റാം. ഞാൻ പിന്നെ വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ റോസ് സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം. ഏകദേശം എല്ലാതും നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും മുളക് പൊടിയും ആ പേസ്റ്റ് നമുക്ക് ചേർക്കാം. കറിക്കൊക്കെ ഒരു തിക്നെസ് കിട്ടാൻ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് രണ്ടും നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്.
പിന്നീട് അതിന് ശേഷം നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി, അതിൻ്റെ ആ വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി അത്യാവശ്യം വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടി അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ നന്നായി മൂടി വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് നല്ല തമ്പാല് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കറിയൊക്കെ നന്നായി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വറ്റി അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരുപാട് ചോറുണ്ണാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മീൻ കറിയാണിത്. ഒരുപാട് പാലോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.